കയ്യിൽ പണമുള്ളവന് കാശ് കൊടുത്ത് അവസരങ്ങൾ വാങ്ങാം. വേണമെങ്കിൽ ലെജൻഡറി ഡയറക്ടേഴ്സിനെയും വിലക്കെടുത്ത് അവരെ കൊണ്ട് ഡയറക്ട് ചെയ്യിപ്പിച്ച് നായകനായിട്ട് അഭിനയിക്കാം. പിൻഗാമികളെ കൊണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. അങ്ങനെ എന്തൊക്കെ ചെയ്യാം കയ്യിൽ പണമുള്ളവന്. മാലാഖയുടെ പേര് പകുതിയിൽ വെച്ച് മുറിച്ച് ഷോർട്ടാക്കി മലയാള സിനിമയിലേക്ക് വന്ന് തിയേറ്ററുകളിൽ കുഴിബോംബിട്ട് 16 നിലയിൽ പൊട്ടിച്ച ഗിബ്രി ജോസ്. പുതുമുഖങ്ങളെ വെച്ച് കമൽ സംവിധാനം ചെയ്ത പ്രണയ മീനുകളുടെ കടൽ, ആ ഒരു ബോംബ് പടം മാത്രമാണ് ഗിബ്രിയുടെ കരിയറിൽ എടുത്തു പറയാൻ ഒരു പടമുള്ളത്. പിന്നെ തട്ടുകട മുതൽ സെമിത്തേരി എന്നോ ഹോപ്പെന്നോ എന്ന് പറഞ്ഞ് ഏതൊക്കെയോ പരിപ്പോടെ പടങ്ങളിൽ ഇവൻ തല വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോ ഇവിടെ എടുത്തു പറയാൻ കാര്യം, ഗിബ്രി ഇപ്പൊ ലൈവില് ജിൻഡോ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന പിള്ളേരെ സമ്മതിക്കണം. ഇവനൊക്കെയല്ലേ ട്രെയിൻ ചെയ്യുന്നത്. അവരെ കുറിച്ച് ഓർത്ത് സഹതാപം തോന്നുന്നു. എത്ര പിള്ളേരുടെ ഭാവി ഇവൻ തുളച്ചിട്ടുണ്ടാവും. ജിമ്മിൽ നിന്ന് ഇവൻ കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ ഗിബ്രി ആരാണ്? ഗിബ്രിയുടെ യോഗ്യത എന്താണ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത്രയുള്ള അവന്റെ യോഗ്യത. 2-3 ബോംബുകളിൽ പോയി തല വെച്ചാലൊന്നും ആരും നടനാവത്തില്ലടാ മോനെ. നീ പറയുന്ന ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, അത് നീ നിന്റെ കരിയറിൽ കാണിച്ചിട്ടില്ല. പിന്നെയാണോ ജിൻഡോനെ നീ വിലയിരുത്താൻ കാണിക്കുന്നത്? നീ എന്തെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഓർത്ത് വെച്ചോ മോനെ. അപ്പം കുറെ പൈസ ഉണ്ടാക്കി വായിൽ മറ്റേ സ്വർണ്ണക്കറണ്ടിയായിട്ട് ജനിക്കുന്നവന്മാരൊന്നും കഷ്ടപ്പാടിന്റെ വില അറിഞ്ഞിട്ടില്ല. കഷ്ടപ്പെടുന്നവര് പുച്ഛിക്കും നീയൊക്കെ. കാരണം നിനക്കൊക്കെ എല്ലാം വളരെ എളുപ്പമായിരുന്നു നിന്റെയൊക്കെ ലൈഫില്. ഗിബ്രി അഭിനയിച്ച ആദ്യത്തെ പടത്തിന്റെ പൊളിറ്റിക്സ് ആണ് പിന്നെയുള്ള കോമഡി. റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പടമാണ്, തീർന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇവന്റെയൊക്കെ റേഞ്ച്. ഊച്ചാളെ എന്ന് പോലും വിളിക്കാനുള്ള യോഗ്യതയില്ല ഗിബ്രിനെ ഒന്നും. എന്നിട്ടാണ് ഇവൻ ക്രെഡിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്. ക്രെഡിബിലിറ്റിയുടെ സ്പെല്ലിംഗ് പോലും ഇവൻ അറിയത്തില്ലായിരിക്കും. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി എന്നൊക്കെയാണ് പറയുന്നത്. അവന്റെ സ്വഭാവത്തിന് മിക്കവാറും സപ്ലി അടിച്ച് അതൊക്കെ പൊട്ടി പണ്ടാരം അടങ്ങി കാണും. അത്രയ്ക്കും പഠിപ്പുള്ളവന്മാര് കാണിക്കുന്ന തരങ്ങൾ അല്ലല്ലോ ഇവനൊക്കെ ബിഗ് ബോസ് പോയി കാണിക്കുന്നത്. ബിഗ് ബോസ് വരെ 3G ആക്കി വിട്ടിപ്പോ ഇവനെ ലൈവില്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? പുറകെ നടന്ന് പ്രകോപിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു ബിഗ് ബോസ്. അതോടെ തീർന്നു അവന്റെ ഇന്നത്തെ കോട്ട.